അന്തരിച്ച മാധ്യമപ്രവർത്തകൻ എം.ജെ. ജോസ് മഞ്ഞപ്പള്ളിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുസ്മരണ സമ്മേളനം ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. ദീർഘകാലം മലയാള മനോരമ ഏറ്റുമാനൂർ ബ്യൂറോ ചീഫും ഏറ്റുമാനൂർ പ്രസ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു അന്തരിച്ച എം.ജെ. ജോസ് മഞ്ഞപ്പള്ളി. സമ്മേളനത്തിൽ മന്ത്രി വി. എൻ. വാസവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഞാൻ അദ്ദേഹത്തെ കൂടുതലെടുത്ത് ഇടപെടുന്ന സന്ദർഭം വന്നത് നിങ്ങളുടെ പാർട്ടിയുടെ DC മെമ്പർ ശ്രീ ജോലിയുടെ മകളാണ് അദ്ദേഹത്തിൻ്റെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ആ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി കൂടുതൽ ഇടപെടാൻ അവസരം ലഭിച്ചിരുന്ന സന്ദർഭം ഓർക്കും. ഒപ്പം അതിനു മുമ്പ് അദ്ദേഹം എടുത്ത മാധ്യമപ്രവർത്തന രൂപത്തിൽ ഇടപെട്ടിരുന്ന മേഖലയും അദ്ദേഹത്തിൻ്റെ മാധ്യമധർമ്മവും എന്താണെന്ന് തിരിച്ചറിയാനുള്ള സന്ദർഭവും ചില ഘട്ടങ്ങളിലെങ്കിലും ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മാധ്യമപ്രവർത്തകൻ തനിക്ക് ഓരോ ദിവസവും മുമ്പിൽ കിട്ടുന്ന വാർത്തകളെ എങ്ങനെയാണ് വായനക്കാരുടെ മുമ്പിൽ ആസ്വാദ്യകരമായി എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കൃത്യമായ ദൗത്യം. അതിൽ പ്രധാനമാണ് തലക്കെട്ട് കൊടുക്കുക. ചിലപ്പോൾ ഒരു വാർത്ത ഉള്ളടക്കം വായിക്കാതെ തന്നെ ഒരു തലക്കെട്ടിലൂടെ ഒരു വായനക്കാരന് ഹൃദിസ്ഥമാക്കാൻ കഴിയും, അതിൻ്റെ ഉള്ളടക്കം അറിയാൻ കഴിയും. അങ്ങനെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ ആ വാർത്തയെ ഒരു തലക്കെട്ടോടുകൂടി വായനക്കാരൻ്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന വൈഭവമാണ് ഒരു മാധ്യമധർമ്മത്തിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന കാര്യത്തിൽ സംശയം. അത്തരത്തിലുള്ള വൈഭവം ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു ശ്രീ ജോസ് മഞ്ഞപ്പള്ളി ആശാൻ എന്ന കാര്യം ഇവിടെ എടുത്ത് സൂചിപ്പിക്കട്ടെ. പ്രസ് ക്ലബ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി, മുനിസിപ്പൽ കൗൺസിലർ ES ബിജു, നീടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, CPM ഏരിയ സെക്രട്ടറി ബാബു ജോർജ്, കാണക്കാരി അരവിന്ദാക്ഷൻ, NB തോമസ്, ജോറോയ് പൊന്നാറ്റിൽ, ജെയിംസ് കുര്യൻ, G പ്രകാശ്, ജോർജ് പുല്ലാട്ട്, സന്തോഷ് കുറവലങ്ങാട്, പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് AR രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.